മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ സ്വാർത്ഥനായ ഒരു ഭരണാധികാരിക്ക് സാധിക്കുമോ? യുഎസിൽ ട്രംപിന്റെ വിവാദങ്ങൾ ഒഴിയുന്നില്ല. വളരെ ലാഘവത്തോടെ ട്രംപ് തള്ളിക്കളഞ്ഞ ഒരു കുഞ്ഞൻ ആഫ്രിക്കൻ രാജ്യം ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. രണ്ടാമതും അധികാരമേറ്റ ശേഷം നടപ്പിലാക്കിയ വിവാദ നടപടികൾക്ക് പുറമെ ട്രാൻസ്ജെൻഡേഴ്സിനെ പാടെ തഴയുന്ന നടപടിയാണ് ട്രംപ് സ്വീകരിച്ചത്. നമുക്കറിയാം, അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് ഇനി അമേരിക്കയിൽ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കില്ല. ഇതിനിടെയാണ് LGBTQ+ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തെ ട്രംപ് പരിഹസിച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പരിഹാസം നേരിട്ട ഈ രാജ്യം അത്ര നിസ്സാരക്കാരനല്ല. നാലുവശവും സൗത്ത് ആഫ്രിക്കയാൽ ചുറ്റപ്പെട്ട ഒരു കുഞ്ഞൻ രാജ്യമാണ് ലസൂത്ത്. 30,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ രാജ്യത്തെ ആകെ ജനസംഖ്യ 20 ലക്ഷമാണ്. ആളുകളുടെ എണ്ണത്തിലും രാജ്യത്തിന്റെ വലിപ്പത്തിലുമെല്ലാം ലസൂത്തോ നമ്മുടെ കേരളത്തെക്കാൾ ചെറുതാണ്. വലുപ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തെക്കാളും കുഞ്ഞനാണെങ്കിലും അവിടെ കുഴിച്ചെടുക്കുന്നത് അളവില്ലാത്ത സമ്പത്തിന്റെ ശേഖരമാണ്. ആഫ്രിക്കൻ വൻകരയിലെ ലെസോത്തോയെക്കുറിച്ച് ഇനി അധികം ആളുകൾക്ക് അറിയില്ല എന്നിരിക്കട്ടെ, എന്നാൽ അവർ തീർച്ചയായും കേട്ടിരിക്കാൻ ഇടയുള്ള മറ്റൊരു കാര്യമുണ്ട്: അവിടുത്തെ രത്നങ്ങൾ. ആരും കേട്ടിട്ടില്ലാത്ത രാജ്യമാണെന്ന് പറഞ്ഞായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പരിഹാസം. കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ വിദേശ സഹായ ചെലവുകളെക്കുറിച്ചുള്ള സംഭാഷണത്തിനിടയിലാണ് ട്രംപ് ലസൂത്തോ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തുന്നത്. LGBTQ+ സമൂഹത്തെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അമേരിക്ക ലസൂത്തോയ്ക്ക് $8 മില്യൺ സഹായം അനുവദിച്ചിരുന്നു. ഈ സഹായത്തെ വിമർശിച്ചുകൊണ്ട് വിദേശത്ത് അമേരിക്കൻ ധനസഹായത്തോടെ നടത്തുന്ന അനാവശ്യ സംരംഭങ്ങളെ മൊത്തമായാണ് ട്രംപ് പരിഹസിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശങ്ങളെ ലസൂത്തോ സർക്കാർ ശക്തമായി അപലപിച്ചു. ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു പരമാധികാര രാഷ്ട്രത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നായിരുന്നു വിദേശകാര്യമന്ത്രി ലജോൺ എംബോൺജോയ് തന്റെ അതൃപ്തി അറിയിച്ചത്. മാത്രമല്ല, ലസൂത്തോയുടെ പ്രമുഖ LGBTQ+ അവകാശ സംഘടനയായ പീപ്പിൾസ് മെട്രിക്സ് അമേരിക്ക അവകാശപ്പെടുന്ന തരത്തിൽ യാതൊരു ധനസഹായവും സ്വീകരിച്ചിട്ടില്ല എന്നും തുറന്നടിച്ചു. മാത്രമല്ല, അമേരിക്കയ്ക്ക് ലസൂത്തോയുടെ തലസ്ഥാനമായ മസരുവിൽ ഒരു എംബസിയും ആ രാജ്യവുമായി ദീർഘകാല നയതന്ത്ര ബന്ധവുമുണ്ട് താനും. കോടാനുകോടി രൂപ വിലയുള്ള രത്നങ്ങളാണ് ഇവിടുത്തെ ഖനികളിൽ നിന്നും സമയാസമയങ്ങളിൽ കുഴിച്ചെടുക്കുന്നത്. ട്രംപിന്റെ പരാമർശങ്ങൾക്ക് വിരുദ്ധമായി ലസൂത്തോയും അമേരിക്കയും തമ്മിൽ നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാലങ്ങളോളം ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇവിടം 1966 സ്വതന്ത്രമാക്കപ്പെട്ടത്. തൊട്ടുപിന്നാലെ 1966 അമേരിക്ക ലസൂത്തോയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. അതിനുശേഷം അമേരിക്കൻ സഹായം ആരോഗ്യം, സാമ്പത്തികം, വികസനം, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നാലുവശവും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇവിടം പേര് കേട്ടിരിക്കുന്നത് ഖനനത്തിനാണ്. ഈ ധാതു സമ്പത്ത് ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു അമേരിക്കയുടെ ഈ സഹായം എന്നും പറയാം. എത്ര കുഴിച്ചാലും തീരാത്ത, എത്ര കൂട്ടിയാലും വിലമതിക്കുവാൻ സാധിക്കാത്ത രത്നങ്ങളാണ് ഇവിടെ നിന്നും കുഴിച്ചെടുക്കുന്നത്. ലെസോത്തോയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ലസിംഗ് ഖനി. വലിയ രത്നങ്ങൾ വലിയ തോതിൽ കുഴിച്ചെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഖനി കൂടിയാണിത്. ജം ഡയമണ്ട്സും ലെസോത്തോ സർക്കാരും ചേർന്ന് നടത്തുന്ന ഈ ഖനി 3100 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ക്യാരറ്റിന് $81 അമേരിക്കൻ. ലോക ശരാശരിയെങ്കിൽ 2007 ആദ്യ 6 മാസത്തിൽ ഒരു ക്യാരറ്റിന് ശരാശരി $1894 അമേരിക്കൻ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശരാശരി വിൽപ്പന നടക്കുന്ന വജ്രങ്ങളും ഇവിടുത്തേതാണ്. അത്രയധികം പ്രസിദ്ധമാണ് ഇവിടുത്തെ രത്നങ്ങൾ. ലെസോത്തോയിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ അമേരിക്കയുടെ സഹായ സംരംഭങ്ങളിൽ ഒന്നാണ് പ്രസിഡന്റിന്റെ എമർജൻസി പ്ലാൻ ഫോർ എയ്ഡ്സ് റിലീഫ് വഴി HIV പോരാട്ടത്തിന് നൽകുന്ന സംഭാവന. 2006 മുതൽ ലെസോത്തോയുടെ HIV പ്രതിരോധത്തിനായി അമേരിക്ക $959 മില്യൺ സംഭാവന ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ നിരാകരണപരമായ പരാമർശങ്ങൾക്കിടയിലും ലെസോത്തോയിൽ അമേരിക്കൻ ബിസിനസ് താൽപര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ശതകോടീശ്വരനായ ഇലോൺ മസ്ക് തന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനത്തിലൂടെ രാജ്യത്ത് കാലുറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്.